പ്രിയ രക്ഷിതാക്കളെ, കുട്ടികൾ കഥകൾ കേട്ട് വളരട്ടെ. കഥകൾ കേട്ട് വളരുന്ന കുട്ടികൾക്ക് ചിന്താശക്തി ഉണ്ടായിരിക്കും. അവർ കാര്യങ്ങൾ വളരെ വിശാലമായി ചിന്തിക്കുകയും അതിന് പല പല കാര്യങ്ങളെ അവർ വിശകലനം ചെയ്യുകയും ചെയ്യും. ഇന്ന് കച്ചുവിൻ്റെ അപ്പൂപ്പൻ ഒരു കൊക്കിൻ്റെയും കുറുക്കൻ്റെയും കഥയാണ് കച്ചുവിന് പറഞ്ഞു കൊടുത്തത്. ഒരു കാട്ടിൽ ഒരു കുറുക്കനുണ്ടായിരുന്നു. നീലാണ്ടൻ കുറുക്കൻ എന്നാണ് അവനെ വിളിച്ചിരുന്നത്. കുറുക്കന് അടുത്ത് തന്നെ വെങ്കിടി എന്ന് പറയുന്ന ഒരു കൊക്കും കൂട്ടായി ഉണ്ടായിരുന്നു. നീലാണ്ടൻ കുറുക്കൻ എല്ലാവരെയും പറ്റിച്ച് നടക്കുന്ന ആളാണെന്ന് കൊക്കിന് അറിയാമായിരുന്നു. എന്നാലും വൈകുന്നേരങ്ങളിൽ കാര്യം പറയാനും ചില്ലറ കളിയും തമാശയും ഒക്കെ പറയാനും ഈ വെങ്കിടിക്കൊക്കിന് നീലാണ്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പലരും കൊക്കിനോട് പറയാറുണ്ട്, വെങ്കിടിക്കൊക്കിനോട് പറയാറുണ്ട്, നീലാണ്ടനെ വിശ്വസിക്കരുത്, നീലാണ്ടൻ ചതിയനാണ് എന്ന്. എന്നാലും കൊക്ക് സംസാരിക്കുന്നത് നിർത്തിയിരുന്നില്ല. വൈകുന്നേരങ്ങളിൽ അവർ വിശേഷങ്ങൾ പങ്കുവയ്ക്കും. ഒരിക്കൽ നീലാണ്ടൻ കുറുക്കൻ പറഞ്ഞു, വെങ്കിടിക്കൊക്കെ, നീ ഏതെല്ലാം ദിക്കുകളിൽ പോയി? അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയൂ. വെങ്കിടി പറഞ്ഞു, എനിക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, എൻ്റെ ആഹാരം. അതുമാത്രമാണ് എൻ്റെ ലക്ഷ്യം. കുളത്തിൻ്റെ കരയിലോ നദീതീരത്തോ പതുങ്ങിയിരുന്ന് വെള്ളത്തിൽ പൊന്തുന്ന ചെറുമീനുകളെ ഞാനും അകത്താക്കും. അതിനായി കാണുന്ന കുളങ്ങളിലൊക്കെ തപ്പി നോക്കാറുണ്ട്. അത് ശരി, നീ ഒരു ദിവസം എൻ്റെ വീട്ടിൽ വിരുന്നു വാ, ഞാൻ നിനക്ക് നല്ല സൂപ്പുണ്ടാക്കി തരാം. അങ്ങനെ വെങ്കിടിക്കൊക്കിനോട് നീലാണ്ടൻ കുറുക്കൻ പറഞ്ഞു. സൂപ്പ് നമ്മുടെ വെങ്കിടിക്കൊക്കിന് വലിയ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. അങ്ങനെ വെങ്കിടിക്കൊക്ക് നീലാണ്ടൻ്റെ വീട്ടിൽ ഒരു ദിവസം വിരുന്നിന് പോയി. സൂപ്പിൻ്റെ മണം പുറത്തു നിന്നേ അറിയാം. കുറുക്കൻ 2 പരന്ന പാത്രത്തിൽ സൂപ്പ് കോരി വെച്ചു. എന്നിട്ട് വെങ്കിടിക്കൊക്കിനോട് കുടിക്കാൻ പറഞ്ഞു. പാവം വെങ്കിടിക്കൊക്ക് നീണ്ട കൊക്കുപയോഗിച്ച് സൂപ്പ് കുടിച്ചു നോക്കി. പക്ഷേ ഒട്ടും തന്നെ വായ്ക്കുള്ളിലേക്ക് പോകുന്നില്ല. ചുണ്ടിൽ മാത്രമേ അത് വരുന്നുള്ളൂ. എന്നിട്ടും പറഞ്ഞു, നന്നായിട്ടുണ്ട്, എനിക്കിത് കുറച്ച് മതി കേട്ടോ, നന്നായിട്ടുണ്ട്, എനിക്ക് വയറിന് നല്ല സുഖം തോന്നുന്നില്ല, കുറച്ച് കുടിക്കാം എന്ന് പറഞ്ഞ് ആ നീണ്ട കൊക്ക് ഉപയോഗിച്ച് കുറച്ചു നേരം ആ പാത്രത്തിൽ കൊത്തി നോക്കി. പക്ഷെ ഒട്ടും തന്നെ അകത്ത് പോകുന്നില്ല. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ കുടിച്ചു നോക്കൂ എന്ന് പറഞ്ഞ് നീലാണ്ടൻ കുറുക്കൻ അത് നക്കി മറ്റേ പാത്രത്തിലിരുന്നതാണ് നക്കി കുടിച്ചതെല്ലാം മുഴുവനും തീർത്തു. എന്നിട്ട് വെങ്കിടിക്കൊക്കിനോട് പറഞ്ഞു, കുറച്ചുകൂടെ കുടിക്കൂ വെങ്കിടിക്കൊക്കെ, കുറച്ചുകൂടി, എനിക്ക് മതിയായി, എനിക്ക് ഇന്ന് വയറിന് സുഖമില്ലാത്തതാണ് എന്ന് പാവം കള്ളം പറയേണ്ടി വന്നു. അപമാനിതനായി വെങ്കിടിക്കൊക്ക് തിരിച്ചു പോവുകയും ചെയ്തു. മറ്റൊരു ദിവസം വെങ്കിടിക്കൊക്ക് നീലാണ്ടനെ തൻ്റെ വീട്ടിലേക്ക് വിരുന്ന് വിളിച്ചു. അന്ന് വെങ്കിടി നല്ല മീൻകറി ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് 2 കുടത്തിൽ കോരി വെച്ചു. നീലാണ്ടന് മീനിൻ്റെ നല്ല മണം പുറത്തു നിന്നേ അറിയാമായിരുന്നു. വെങ്കിടി നീലാണ്ടനോട് പറഞ്ഞു, നല്ല കരിമീൻ കറിയാണ് ഇത് ഇഷ്ടം പോലെ കുടിച്ചോളൂ. നീലാണ്ടൻ കുടത്തിൽ തലയിട്ടു. പക്ഷേ തല കുടത്തിനകത്തായിപ്പോയി. കുടം തലയിലായത് കാരണം ചൂട് മീൻ കറി മുഴുവനും നീലാണ്ടൻ്റെ തലയിലാവുകയും ചെയ്തു. അങ്ങനെ കറി കഴിക്കാൻ പറ്റാതാവുകയും ചെയ്തു. കുറുക്കൻ ചെയ്ത ചതിക്ക് പകരമാണ് അന്ന് വെങ്കിടി ഇങ്ങനെ ചെയ്തത്. കഥ ഇഷ്ടമായ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ കൂട്ടുകാരെ.